സ്വാതന്ത്ര്യനി സർ, നമസ്കാരം. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ വീടിനകത്ത് പലരും ഭംഗി കൂട്ടാനും അതുപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ടുമൊക്കെ നോക്കിയിട്ട് അക്വേറിയം വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളൊരു ഫാങ്ഷുയി പ്രകാരമാണെങ്കിലും വാസ്തു പ്രകാരമാണെങ്കിലും എങ്ങനെയാണ് നമ്മളൊരു അക്വേറിയം എവിടെയാണ് നമ്മൾ വെക്കുന്നത് നന്നായിരിക്കുക? ഇപ്പം അക്വേറിയം വെക്കുന്നുണ്ട്, അതുപോലെ ഫൗണ്ടൻ. ഇപ്പം വീട് പണിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫൗണ്ടൻ സെറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അക്വേറിയത്തെക്കാളും കൂടുതൽ ആൾക്കാർ ഫൗണ്ടനാണ്, കാരണം വീടിന് വെള്ളച്ചാട്ടം പോലെയും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതെന്താ പ്രശ്നം അറിയോ, നമ്മൾ അക്വേറിയം വെച്ചാലും ഫൗണ്ടൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾ വാട്ടർ കണ്ടൻസ് ആണ് കിടക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്താണെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടത്തുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ അക്വേറിയം വെച്ചാൽ അല്ല ഫൗണ്ടൻ വെച്ചാൽ നമ്മൾ നെഗറ്റീവ് അടിപ്പിക്കാനായിട്ട് നമ്മൾ ആരും വെക്കില്ലല്ലോ. നമ്മളൊരു പോസിറ്റീവ് വൈബാണല്ലോ ഉദ്ദേശിക്കുക. കാരണം ഇതിൻ്റെ അതൊരു മെയിൻ വിഷയം വെച്ചാൽ ഇത് വീട് കയറി കഴിയുമ്പോൾ മെയിൻ ഹാൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ പോയിന്റ് ബ്രഹ്മസ്ഥാനത്ത് ഒരു കാരണവശാലും നമുക്ക് അക്വേറിയമോ ഫൗണ്ടനോ വെക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, കാരണം വെച്ചാൽ കയറി വരുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ വാസ്തു അനുസരിച്ച് നമ്മൾ ചെയ്യില്ല. കാരണം വെച്ചാൽ അവിടെ സെൻട്രൽ ഭാഗത്ത് വെള്ളക്കെട്ട് വരുന്ന എന്ത് വന്നാലും അത് ആ വീടിനെ മൊത്തത്തിൽ ദോഷമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പം വീടിന് വെളിയിൽ ചെയ്താലും വീടിനകത്ത് ചെയ്താലും നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ ഇവർക്ക് ഫൗണ്ടനോ അക്വേറിയം സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ അക്വേറിയം സ്ഥാപിക്കുകയാണെങ്കിലും ഫൗണ്ടൻ സ്ഥാപിക്കുകയാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. ഈസ്റ്റ് ഭാഗത്ത് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും, വാസ്തു സംബന്ധമായിട്ടുള്ള കുറച്ചുകൂടി ബലം കിട്ടും, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയും. പക്ഷേ തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ വാട്ടർ കണ്ടൻസ് നമ്മൾ ചെയ്യാറില്ല. കാരണം തെക്ക് ഭാഗത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ താമസിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗം, ഈ ഭാഗത്തും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അക്വേറിയമോ ഫൗണ്ടനോ കിണറോ ഒന്നും കൊടുക്കാറില്ല, വീടിന് വെളിയിലാണെങ്കിലും വീടിനകത്താണെങ്കിലും. കാരണം ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയല്ല, അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, നമ്മൾ പലപ്പോഴും പറയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വരരുത്, കിണർ വരരുത് എന്നൊക്കെ പറയും. പക്ഷേ വീടിനകത്ത് പലരും അക്വേറിയം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഫൗണ്ടനെ കൊണ്ടുവന്നിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ കൊണ്ടുവന്നിട്ട് പലപ്പോഴും കൊണ്ടുവെക്കാറുണ്ട്. അപ്പോൾ വീടിനകത്തായാലും വീടിന് വെളിയിലാണെങ്കിലും സൗത്ത് വെസ്റ്റ് കോർണറിൽ വാട്ടർ കണ്ടൻസ് ഉള്ള ഒന്നും നമുക്ക് വരാൻ പാടില്ല. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തും ഇത് വെക്കാൻ പാടില്ല. കാരണം ചില തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അക്വേറിയമോ വെള്ളക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ പഠനത്തെയും ഇമ്പ്രൂവ്മെൻറ്റിനെയൊക്കെ അത് ദോഷമായി ബാധിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് വാട്ടർ കണ്ടൻസ് വന്നു കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതിനകത്ത് വളരെ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും നമ്മുടെ ബിസിനസ്സിനെ തകരാറിലാക്കുകയൊക്കെ ചെയ്യും. തൊഴിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ അർഹതപ്പെട്ട ഒരു ഉയർച്ചയൊന്നും അതിൽ കിട്ടണമെന്നില്ല, ചിലപ്പോൾ സസ്പെൻഷനൊക്കെ വാങ്ങിയുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ അക്വേറിയമോ വെള്ളക്കെട്ടുള്ള സാധനങ്ങളോ ഫൗണ്ടനോ ഒന്നും നമ്മൾ വെക്കാറില്ല. വീടിന് വെളിയിലാണെങ്കിൽ പോലും കിണർ പോലും നമ്മൾ ആ ഭാഗത്ത് വെക്കരുതെന്ന് പറയും. കാരണം അവിടെ വെള്ളക്കെട്ട് വന്ന് കഴിയുമ്പോൾ കുഴപ്പം വെച്ചാൽ പൈസ പറന്നു പോകുന്ന അവസ്ഥയാണ്. നമുക്കൊരിക്കലും പൈസ വരില്ല എന്ന് പറയാൻ പറ്റില്ല, പൈസ വരും, പക്ഷെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് കൈ നിൽക്കാതെ തീർന്നു പോകുന്നൊരവസ്ഥയും കടത്തിലേക്ക് പോകുന്നൊരവസ്ഥ വരും. വടക്ക് ഭാഗത്ത് നമുക്ക് അക്വേറിയം വെക്കാൻ പറ്റും. വടക്ക് ഭാഗത്ത് അക്വേറിയം വെക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ വടക്ക് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടൻ വെക്കാൻ പറ്റും വീടിന് പുറത്ത്. പക്ഷെ വീടിന് പുറത്ത് ഫൗണ്ടനോ കിണറോ ഒക്കെ വെക്കാം, പക്ഷേ യമസൂത്രത്തെ തട്ടാൻ പാടില്ല. അപ്പം യമസൂത്രത്തെ തട്ടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം അതോടുകൂടി നഷ്ടപ്പെട്ടു പോകും. അതുപോലെ കിഴക്കുടക്ക് വെക്കാം, ഈസ്റ്റ് ഭാഗത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഫൗണ്ടൻ വെക്കുമ്പോഴും അക്വേറിയം വെക്കുമ്പോഴും കിണർ വെക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും.